ആശയാവിഷ്കാരങ്ങളിലൂടെ ചരിത്രം രചിച്ച് ഇറ്റ്ഫോക്കിന്റെ 16ാം പതിപ്പ് KV വിജേഷിനെ അനുസ്മരിച്ചും അടയാളപ്പെടുത്തിയും അന്താരാഷ്ട്ര നാടകോത്സവം. അടിച്ചമർത്തപ്പെട്ടവരുടെ നിശബ്ദതയ്ക്ക് ആവിഷ്കാരങ്ങളിലൂടെ ശബ്ദം നൽകുന്ന നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തിൽ തുടങ്ങി പലസ്തീനിൽ നിന്നുള്ള ദി ലാസ്റ്റ് പ്ലേ ഇൻ ഗാസ എന്ന നാടകം വരെ എത്തി നിൽക്കുന്ന വ്യത്യസ്തതയാണ് ഇക്കുറി ഇറ്റ്ഫോക്കിനെ ശ്രദ്ധേയമാക്കുന്നത്. ഒപ്പം ചരിത്രത്തിലാദ്യമായി നാടക സ്കെച്ചുകളും വരകളും ഉൾപ്പെടെയുള്ള ഫോട്ടോ, ചിത്ര, പോസ്റ്റർ പ്രദർശനവും നാടകോത്സവത്തിന്റെ സവിശേഷതയാണ്. നാടക പ്രവർത്തകൻ ബാദൽ സർക്കാരിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനത്തിൽ ഇറ്റ്ഫോക്കിന്റെ പ്രാരംഭം മുതൽ പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്ത അന്തരിച്ച ഡിസൈനർ ശശി ഭാസ്കറിന് ആദരമർപ്പിച്ച് അദ്ദേഹം രൂപം നൽകിയ ഇറ്റ്ഫോക്ക് പോസ്റ്ററുകളുമുണ്ട്. ഇതിനു പുറമെ നാടക പ്രതിഭകളായ ഗോപാലൻ അടാട്ട്, സജീവ് കീഴരിയൂർ, KV വിജേഷ് എന്നിവരുടെ നാടക സ്കെച്ചുകളും വരകളും ഇടം നേടി. രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് നാടക സ്കെച്ചുകളുടെയും വരകളുടെയും പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. തിയേറ്റർ സ്കെച്ചസ് എന്ന് പറയുന്നൊരു രീതി, അങ്ങനത്തെ ഒരു അവലംബിക്കുന്ന മാർഗം ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ആദ്യമായിട്ട് തന്നെയാണ്. സാധാരണ നമ്മൾ ചിത്രകാരന്മാർ ചിത്രം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, പെയിൻറ്റിങ് ആയാലും ഡ്രോയിങ് ആയാലും. പക്ഷെ അന്ന് വ്യത്യസ്തമായിട്ട് തിയേറ്ററിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിൽ അടയാളപ്പെടുത്താം. അതിൻ്റെ വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും ഒപ്പം ശൂന്യത, ഇപ്പം ഡയറക്ടർ കാണാത്ത ചില സ്ഥലങ്ങളിലേക്ക് ഈ കഥാപാത്രത്തിനെയും ബിംബങ്ങളിലൊക്കെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു ശ്രമം, അതിൻ്റെ ഭാഗമായിട്ടാണ് തിയേറ്റർ സ്കെച്ചസ് ഉടലെടുക്കുന്നത്. പ്രദർശനം ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോഴും കാഴ്ചക്കാരുടെ ഉള്ളിൽ നോവായി മാറുകയാണ് KV വിജേഷിന്റെ വരകൾ. പാടിയും കൂടിയും നാടകത്തെ ആവേശവും ആഘോഷവുമാക്കിയ കലാകാരന്റെ ആകസ്മിക വിയോഗത്തിന്റെ ഞെട്ടൽ വിട്ടൊഴിയും മുൻപാണ് ഏറെ ആഗ്രഹിച്ച ഇറ്റ്ഫോക്ക് വേദിയിൽ അസാന്നിധ്യത്തിലും വിജേഷ് തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. വിജേഷിന്റെ 22 വരകളാണ് പ്രദർശനത്തിലുള്ളത്. വിജേഷ് കേരളത്തിൽ ഏറ്റവും വളരെ എനർജറ്റിക്കായ, നാടകത്തിൽ ഇത്തരം എനർജിയുള്ള ഒരാൾ ഈ കാലത്ത് ഇല്ല എന്നാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റവും വളരെ സജീവമായിട്ട് ആഘോഷത്തിൻ്റെയൊക്കെ താളത്തിൽ അദ്ദേഹത്തിൻ്റെ എനർജി കൊണ്ട് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. ആ ഒരു എനർജിയാണ് ശരിക്കും സത്യത്തിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടത്. ഭൂമിൻ്റെ പേരാണ് നാടകം, അത് തന്നെ മതി, ഒറ്റ വരികൾ മതി, നമ്മളെല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് എന്നുള്ള വലിയൊരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം നഷ്ടപ്പെടുന്നത്. ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റ് ഇൻ്റർനാഷണൽ ആയി എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായിട്ട്, അത്രയും ആഘോഷത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത്രയും സന്തോഷവാനായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഴുവൻ ആളുകളെയും അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തിയേറ്റർ സ്കെച്ചസ് കാണാൻ വരണമെന്നുള്ളത്. അപ്പം അത്ര സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു മനുഷ്യനെയാണ്. നാടകോത്സവത്തിലെത്തി പാടിയും സൗഹൃദം പങ്കുവെച്ചും സ്ഥിരമിരിക്കാറുള്ള അക്കാദമി അങ്കണത്തിലെ മാവു മുത്തശ്ശിത്തറയിൽ ഏവരും തേടുന്ന ആ പ്രതിഭയുടെ സാന്നിധ്യം അറിയിച്ച് ഒരു കോർണർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം മായ്ച്ചാലും മായാത്ത ഓർമ്മകളുമായി വിജേഷ് എന്ന കാലാതീതനായ കലാകാരനെ അടയാളപ്പെടുത്തിയാണ് ഇറ്റ്ഫോക്ക് സാംസ്കാരിക നഗരിയിൽ അരങ്ങുവാഴുന്നത്. TCV തൃശൂർ.